നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. 2024 വിട പറയുകയാണ്. ഈ അവസരത്തിൽ ഈ വർഷത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കാം. സിനിമയാകാം ആദ്യം. ഈ വർഷം ഇറങ്ങിയ ചിത്രങ്ങളിൽ ഒരു സിനിമാ പ്രേമിയും കാണാതെ പോകരുത് എന്ന് നിർദ്ദേശിക്കുന്ന 3 ചിത്രങ്ങളെക്കുറിച്ച് ചിലത് പറയാം. ഞാൻ മാത്രമല്ല, BBC ഈ വർഷത്തെ ഏറ്റവും നല്ല 10 ചിത്രങ്ങൾ തിരഞ്ഞെടുത്തു. അതിൽ 1ാം സ്ഥാനം നേടിയ ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. 2ാം സ്ഥാനം അനോറയ്ക്കും 3ാം സ്ഥാനം ഹാർട്ട് ടൂത്ത് എന്ന ചിത്രത്തിനുമാണ് ലഭിച്ചത്. നിരവധി ഇന്ത്യൻ ചിത്രങ്ങളും BBC ഇത്തവണ പരിഗണിച്ചിരുന്നെങ്കിലും അതിലൊന്നിനും ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 1ാം സ്ഥാനം കിട്ടിയ ദി ബ്രൂട്ടലിസ്റ്റിനെ കുറിച്ച് പറയാം. ദി ചൈൽഡ്ഹുഡ് ഓഫ് എ ലീഡർ പോലെയുള്ള മനോഹരങ്ങളായ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഒരു നല്ല നടൻ കൂടിയായ ബ്രാഡി കോർബറ്റ് സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ് ദി ബ്രൂട്ടലിസ്റ്റ്. ഇതൊരു അമേരിക്കൻ ചിത്രമെന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. US, ബ്രിട്ടൻ, ഹംഗറി എന്നീ രാജ്യങ്ങളുടെ ഒരു ഇന്റർനാഷണൽ കോ പ്രൊഡക്ഷൻ ആണ്. ഇത് വാസ്തവത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ ഹോളോകാസ്റ്റിനെ അതിജീവിച്ച് അമേരിക്കയിലേക്ക് കുടിയേറുന്ന ഹംഗേറിയൻ വംശജനായ ഒരു ജൂത വാസ്തുശില്പിയുടെ കഥയാണിത്. ലാസ്ലോ ടോത്ത് എന്ന ഈ ആർക്കിടെക്റ്റിന്റെ ജീവിതാനുഭവങ്ങളുടെ തീഷ്ണതയാണ് ഈ ചിത്രത്തെ അവിസ്മരണീയമാക്കുന്നത്. അതുമാത്രമല്ല, ഒരു കലാകാരൻ അനുഭവിക്കുന്ന ക്രിയാത്മകതയുടെ അസ്വാതന്ത്ര്യവും അതിലെ ആത്മനൊമ്പരങ്ങളും സംഘർഷങ്ങളുമെല്ലാം ഈ ചിത്രത്തിന് വിഷയമാകുന്നുണ്ട്. നാടും വീടും വിട്ട പ്രവാസിയുടെ ഗൃഹാതുര നൊമ്പരങ്ങളുടെ ഒരു കഥ കൂടിയാണ് ദി ബ്രൂട്ടലിസ്റ്റ്. ഇതിലെ കഥ ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ സൂചന മാത്രം പറയാം. ഹംഗറിയിലെ ജൂതനായ ഒരു വാസ്തുശില്പിയാണ് ലാസ്ലോ ടോത്ത്. ജർമ്മനി ഹംഗറി ആക്രമിച്ചതിനെ തുടർന്ന് ജൂതന്മാർക്കെതിരെയുള്ള ക്രൂരമായ പീഡനങ്ങൾ അഥവാ ഹോളോകാസ്റ്റ് അതിജീവിച്ച അദ്ദേഹം ഭാര്യ എർസബറ്റിൽ, മരുമകൾ സാസോഫിയ എന്നിവരിൽ നിന്ന് വേദനയോടെ വേർപിരിഞ്ഞ് അമേരിക്കയിലേക്ക് കുടിയേറുകയാണ്. താൻ എവിടെ പോയാലും തൻ്റെ വാസ്തുശില്പകല തന്നോടൊപ്പം ഉണ്ടെന്ന ആത്മവിശ്വാസം അയാൾക്കുണ്ട്. അത് അതുല്യനായൊരു ആർക്കിടെക്റ്റിന്റെ ആത്മവിശ്വാസമാണ്. ഫിലാഡൽഫിയയിൽ ബന്ധുവായ ആറ്റിലയെ തേടിയാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. യുദ്ധാനന്തര കാലഘട്ടത്തിലെ പുനർനിർമ്മാണ പദ്ധതികളിൽ 1950കളിൽ ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഒരു വാസ്തുവിദ്യാ ശൈലിയാണ് വാസ്തവത്തിൽ ബ്രൂട്ടലിസ്റ്റിക് ആർക്കിടെക്ചർ. ക്രൂരമായ വാസ്തുവിദ്യ എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ അർത്ഥം പറയാം. ലാസ്ലോ ടോത്ത് അതിൻ്റെ ആദ്യകാല വക്താവായിരിക്കാം. ഏതായാലും അയാൾ വാസ്തുവിദ്യയിൽ അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ഉടമയുടെ അസൂയ കൊണ്ട് അതൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല. പിന്നെ അങ്ങോട്ടുള്ളത് നാടകീയമായ സംഭവവികാസങ്ങളാണ്. മാനസിക സംഘർഷങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും നിമിഷങ്ങൾ. അത് പറയുന്നില്ല, പറഞ്ഞാൽ അതിൻ്റെ രസവും സസ്പെൻസും ഒക്കെ പോകും. കണ്ട് അനുഭവിക്കാനുള്ളതാണ്. ഒന്ന് മാത്രം പറയാം, ഈ ചിത്രം അവസാനിക്കുന്നത് ലാസ്ലോ മുമ്പ് പറഞ്ഞ ഒരു വാചകം അയാളുടെ മരുമകൾ സസോഫിയ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു വലിയ സദസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അതിതാണ്: നോ മാറ്റർ വാട്ട് ദി അതേഴ്സ് ട്രൈ ആൻഡ് സെൽ യു, ഇറ്റ്സ് ദി ഡെസ്റ്റിനേഷൻ നോട്ട് ദി ജേർണി. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയൊക്കെ വിൽക്കാൻ ശ്രമിച്ചാലും അത് ലക്ഷ്യമാണ്, യാത്രയല്ല. അഡ്രിയാൻ ബ്രോഡി എന്ന അതുല്യനായ നടനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ലാസ്ലോ ടോത്തിനെ അവതരിപ്പിക്കുന്നത് എന്നതാണ് എന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. പിയാനിസ്റ്റ് എന്ന അതിമനോഹരമായ ചിത്രത്തിൽ ഇതേപോലെ തന്നെ ഹോളോകാസ്റ്റിനെ ഭയന്ന് ഒളിജീവിതം നയിക്കുന്ന ഒരു പിയാനിസ്റ്റിന്റെ വേഷത്തിൽ ശരിക്കും അഭിനയിക്കുകയല്ല, ജീവിക്കുന്ന നടനാണ് അഡ്രിയാൻ ബ്രോഡി. 2003 ഏറ്റവും നല്ല നടനുള്ള അക്കാദമി അവാർഡും ഈ കഥാപാത്രത്തിലൂടെ അഡ്രിയാൻ ബ്രോഡിക്ക് തന്നെയാണ് കിട്ടിയിരുന്നത്. എന്ന് മാത്രമല്ല, കാനിൽ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ ചിത്രം നേടി. ഇവിടെയും ഈ നടനെ തന്നെ ലാസ്ലോ ടോത്ത് എന്ന ജൂതന്റെ വേഷം ചെയ്യാൻ ബ്രാഡി കോർബറ്റ് തെരഞ്ഞെടുത്തതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ പറയും. പിയാനിസ്റ്റിൽ ഒരു സംഗീതജ്ഞൻ, ബ്രൂട്ടലിസ്റ്റിൽ ഒരു ആർക്കിടെക്റ്റ്. രണ്ടും ഒരേ നടനാണ് ചെയ്തതെന്ന് പറയാനാവാത്ത വിധം വ്യത്യസ്തമായ ഭാവപ്പകർച്ചകൾ. അതാണ് അഡ്രിയാൻ ബ്രോഡി. ഈ കഥാപാത്രത്തിലൂടെ നിരവധി പുരസ്കാരങ്ങൾ അഡ്രിയാൻ ബ്രോഡിയെ കാത്തിരിക്കുന്നുണ്ട് എന്നൊട്ടും മടിയില്ലാതെ പറയാൻ എനിക്ക് കഴിയും.
ഒരു കഥാപാത്രത്തെ ഒരു നടൻ എത്രമാത്രം കരുതലോടെയാണ് സമീപിക്കുന്നത് എന്നതിന് അഡ്രിയാൻ ബ്രോഡി ശരിക്കും ഒരു പാഠപുസ്തകം തന്നെയാണെന്ന് ഞാൻ പറയും. തൻ്റെ അമ്മ ഹംഗറിയിൽ നിന്നും ഇതേപോലെ കുടിയേറി ന്യൂയോർക്കിലെത്തിയ പ്രവാസിയാണെന്നും അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം തനിക്കൊരു വെല്ലുവിളിയായിരുന്നില്ലെന്നുമാണ് അഡ്രിയാൻ ബ്രോഡി തന്നെ പറയുന്നത്. My mother is Sylvia Plahy. She's a wonderful photographer. She's a New York photographer. But she's also a Hungarian immigrant who fled Hungary in 1956. ഇതിലെ സമ്പന്ന വ്യവസായി ഹാരിസനെ അവതരിപ്പിക്കുന്ന ഗെയ് പിയേഴ്സിന്റെ അഭിനയവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആര് മികച്ചതെന്ന് പറയാനാകാത്ത വിധം രണ്ട് അതുല്യരായ നടന്മാർ മത്സരിച്ചഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് ദി ബ്രൂട്ടലിസ്റ്റ്. ഈ വർഷത്തെ വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലാണ് ദി ബ്രൂട്ടലിസ്റ്റ് ആദ്യം പ്രദർശിപ്പിച്ചത്. അവിടെ മികച്ച സംവിധാനത്തിനുള്ള സിൽവർ ലയൺ പുരസ്കാരം ബ്രാഡി കോർബറ്റിന് ലഭിച്ചു. വലിയ നിരൂപക പ്രശംസയുമാണ് അവിടെ ഇതിന് കിട്ടിയത്. കൂടാതെ 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡുകളിൽ അഭിനയത്തിനും സംവിധാനത്തിനും ഉൾപ്പെടെ ഇതിന് 7 നോമിനേഷനുകൾ ലഭിച്ചിട്ടുമുണ്ട്. വരുന്ന ജനുവരി 6-നാണ് ഗോൾഡൻ ഗ്ലോബ് പ്രഖ്യാപനം. ഈ ചിത്രം ഏതൊക്കെ അവാർഡുകൾ നേടുമെന്ന് കാത്തിരുന്ന് കാണാം. ബ്രാഡി കോർബറ്റ് പറയുന്ന പോലെ ഇത് വരും തലമുറയ്ക്ക് വേണ്ടി കൂടി ചിലത് പറഞ്ഞു വയ്ക്കുന്ന ചിത്രമാണ്. നല്ലത് മാത്രം പറഞ്ഞു. ഇനി ചിത്രത്തെക്കുറിച്ച് ഒരു കുറ്റം പറയാനാണെങ്കിൽ കുറച്ച് ലാഗിങ് ആണോ എന്നൊരു തോന്നലുണ്ട്. എനിക്കങ്ങനെ തോന്നി. കാരണം ഏതാണ്ട് 3.5 മണിക്കൂറാണ് ഇതിൻ്റെ ലെങ്ത്. കുറേ ഭാഗങ്ങൾ ചുരുക്കമായിരുന്നു. ഡയലോഗിൻ്റെ ലെങ്ത്തും ചുരുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ നമുക്കൊന്നും അഭിപ്രായം പറയാൻ പോലും യോഗ്യതയില്ലാത്ത അത്രയും വലിയ പ്രതിഭാധനനായ സംവിധായകന്റെ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കണം എന്നില്ല. കാരണം വെനീസ് ഫെസ്റ്റിൽ ആളുകൾ ഈ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ ഏതാണ്ട് 10 മിനിറ്റോളമാണ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് എന്ന് ഓർക്കണം. അതൊരു റെക്കോർഡാണ്. അപ്പോൾ എൻ്റെ ഈ അഭിപ്രായം വെറും വിഡിത്തമാണെന്ന് തോന്നുന്നു. ഇനി ബാക്കി നിങ്ങൾക്ക് വിട്ടുകരുന്നു. ഏതായാലും നിങ്ങളൊരു നല്ല സിനിമാ പ്രേമിയാണെങ്കിൽ, നല്ല ചിത്രങ്ങൾ സെലക്ട് ചെയ്ത് കാണുന്ന ആളാണെങ്കിൽ മറക്കാതെ ഈ ചിത്രം കാണണം എന്ന് ഞാൻ പറയും. ഞാൻ മാത്രമല്ല, BBC-യും മൂവി ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദി ബ്രൂട്ടലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ BBC രണ്ടാമതായി തിരഞ്ഞെടുത്ത ചിത്രം അനോറയെക്കുറിച്ച് ഏറെ പറയാനുണ്ട്. അത് അടുത്ത ദിവസമാകാം. ഇപ്പോൾ പുതുവത്സരാശംസകളോടെ വിടാം.